ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം. നമ്മുടെ മക്കളുടെ ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. പിന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. സാധാരണ നമ്മൾ ഊത്തപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ റവ വെച്ചിട്ട് കുറച്ച് സ്പൈസി ആയിട്ട്, എന്ന് വെച്ചാൽ ഒത്തിരി സ്പൈസി അല്ല, എന്നാൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല. രാവിലെ മക്കൾ ക്ലാസ്സിന് പോണ സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 250 ml കപ്പിൽ 3/4 കപ്പ് റവ, നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് ദോശമാവ്, ഇതിന് പകരം നിങ്ങൾക്ക് നല്ല പുളിയുള്ള തൈരായാലും മതി. ഞാനിപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ നമ്മൾ കുറച്ച് ദോശമാവ് എടുത്തു വെക്കാറുണ്ട്. നമ്മൾ ഈസ്റ്റ് അതേപോലെ എപ്പോഴും ബേക്കിംഗ് സോഡ ഒക്കെ ചേർക്കുന്നതിന് പകരം ഇതേപോലെ നമ്മൾ കുറച്ച് ദോശമാവ് എടുത്തു വെക്കാറുണ്ട്. അപ്പം അതിൽ നിന്ന് ഞാനിതാ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തങ്ങ് എടുക്കാം. അതേ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം ഇത്ര ഒഴിച്ച് നമുക്ക് നമ്മുടെ ഈ ഒരു റവ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. നമ്മുടെ റവ നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇനി ഞാനിതാ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ചെറിയ സബോള ആയതുകൊണ്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചെറിയ 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. പിന്നെ ഇതാ കുറച്ച് മല്ലിയില. അപ്പം ഞാനിവിടെ ചീസിൻ്റെ ഗ്രൈൻഡർ വെച്ചിട്ട് നമുക്ക് നല്ല തിന്നായിട്ട് വേണം നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ സവോള കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ നൈസായിട്ട് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പം ഞാനിതേപോലെ ഒരു ഗ്രൈൻഡർ എടുത്തിട്ട് നമുക്കിതേപോലെ ഒന്ന് വളരെ ചെറുതായിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ ആകുമ്പോഴാണ് നമുക്കിതിൻ്റെ മീതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പോലെ ഒന്ന് വെന്ത് വരുള്ളൂ. നല്ല തിന്നായിട്ട് കിട്ടണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം എല്ലാം ഞാനിതേപോലെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളെല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള, മല്ലിയില, പച്ചമുളക്, ക്യാരറ്റ്, തക്കാളി, അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ ചുവന്നമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തങ്ങ് എടുക്കാം. ഇനി ഞാനിതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു റവ ഇതിലേക്ക് ഒന്നിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കല്ലുപ്പായതുകൊണ്ട് നല്ല ഉപ്പുണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരും. ഒത്തിരി വെള്ളം നമ്മൾ കൂട്ടി ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തിക്കായിട്ടുണ്ട് ഈ ബാറ്റർ.
കിട്ടണം. അപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇതാ നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് തന്നെ മാറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, എന്നാൽ ഒത്തിരി ലൂസും അല്ല ഒത്തിരി ടൈറ്റും അല്ല. നമ്മുടെ ആ ഒരു ദോശ മാവിൻ്റെ ഒക്കെ ആ ഒരു ടെക്സ്ചറിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. നമുക്ക് 2 മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ 2 മുട്ട നമുക്കൊന്ന് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഇതാ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു തവി മാവങ്ങ് ഒഴിക്കും. ഒത്തിരി പരത്തിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. ഇതാ നമ്മുടെ ദോശ നമ്മളൊരു 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മീതക്ക് നമുക്ക് നമ്മൾ പൊട്ടിച്ചെടുത്ത നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് നമുക്കൊന്ന് ഒഴിച്ച് എല്ലാ വശവും ഒന്ന് ആക്കിയെടുക്കാം. ഇതേപോലെ ഒന്ന് നിങ്ങൾക്ക് ഈ ഒരു മാവിൽ ബേക്കിംഗ് സോഡ ചേർക്കണമെങ്കിൽ ചേർത്തെടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് എല്ലാ വശവും നമുക്കൊന്ന് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ നമ്മുടെ ഈ ഒരു കട്ട് ചെയ്തെടുത്ത നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് നമുക്കൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് എല്ലാ വശവും ഒന്ന് ആക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നല്ല പോലെ ഒന്ന് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മീതക്ക് ഒരല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുത്താൽ മതിയോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. റെഡി ആവട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മക്കളുടെ സ്നാക്സ് ബോക്സിലോ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കിതിൽ മുട്ട ഉണ്ട്, അതേപോലെ തന്നെ നമ്മളിതിൽ ഉഴുന്ന് പച്ചരിയൊക്കെ ചേർത്തെടുത്തിട്ടുള്ള മാവും അതേപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ട് ഇത് മാത്രം മതിയാവും അവർക്ക്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇതാ ഒരല്പം നെയ്യൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. നമുക്കൊന്ന് തിരിച്ചിട്ട് സെറ്റാക്കി എടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. കണ്ടില്ലേ? അപ്പോൾ നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് റവയും അതേപോലെ തന്നെ 2 മുട്ടയുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അവരുടെ സ്നാക്സ് ബോക്സിലും ലഞ്ച് ബോക്സിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കിഡ്ലൻ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. ഇനി സെപ്പറേറ്റ് നമുക്കൊരു കറിയിലൊന്നും ആവശ്യമില്ല. ഇതൊരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം നമ്മുടെ വയറ് ഫില്ലാവും. അത്രയും അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.